വിട്ടുതരാൻ മാറി മാറി നടക്കുകയായിരുന്നു. ട്രെൻഡിങ് ആളുകളല്ലേ ഇന്റർവ്യൂ എടുക്കാറുള്ളത്. പല കഥാപാത്രങ്ങൾ കേൾക്കുമ്പോൾ അത് എന്റെ കയ്യിൽ നിൽക്കുന്നതല്ല എന്നുള്ളൊരു തോന്നല്. ഇപ്പം എന്റെ ബോഡിക്കുള്ള ഫ്ലെക്സിബിലിറ്റി ആയിരിക്കില്ല വേറൊരു ആക്ടറിന്റെ ബോഡിക്കുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി. ഞാൻ ആർക്കും വാക്കൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വർഷത്തിൽ ഇത്ര പടം ചെയ്യും. എന്റെ കംഫർട്ട് രീതിയിലുള്ള ആ കഥാപാത്രം എനിക്ക് കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുമ്പോൾ ഞാൻ വേണ്ടാന്ന് കൺവിൻസിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ ഞാൻ ഇന്റിമേറ്റ് സീൻസിൽ കംഫർട്ടബിൾ ഉള്ളൂ. സോപ്പ് പതപ്പിക്കേണ്ട സ്ഥലത്ത് പതപ്പിക്കും. ബിസിനസിന്റെ സമയമാകുമ്പോ അതെ ഞാൻ നമ്മൾ അതിന്റെ ഒരു നല്ലൊരു ഗ്ലോറിയസ് പാർട്ട് മാത്രമേ കാണുന്നുണ്ടോ, ആരുടെയും പേഴ്സണൽ ലൈഫോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ട്രാഫിക്കിന്റെ ഡയറക്ടർ രാജേഷ് അങ്കിളാണ് ആദ്യമായിട്ട് ഉൾക്കൊള്ളിക്കാമെന്ന് ഒരു ഐഡിയ വന്നത്. പുള്ളിക്ക് ആരൊക്കെയോ കമന്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, ഇവൾക്ക് പ്രായമൊന്നും ആവൂലേ ഇവള്, കാരണം എനിക്കത് കുഞ്ഞിനത്തോട് കാണുന്നോണ്ടായിരിക്കും ഇത്രയും, ഇത് 30-40 വയസ്സുണ്ടാവുമല്ലോ. അത് കേരളത്തിൽ ഏറ്റവും അധികം അംഗീകാരം നേടിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്രാൻഡ്, ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്, ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് ഓഫറും. മൈജി ഫ്യൂച്ചർ, ഫ്യൂച്ചർ ഇസ് സ്മാർട്ട്. നീതൂസ് അക്കാദമി, ഇന്ത്യസ് #1 ലാംഗ്വേജ് അക്കാദമി. നമസ്കാരം. പുതിയ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ ഇന്ന് ഒരതിഥിയാണ് എന്നോടൊപ്പം ഉള്ളത്. നമിത, നമസ്കാരം. നമസ്കാരം. ഒത്തിരിയായി നമ്മളൊന്നും ഇരിക്കണം. പിടിതരാൻ മാറി മാറി നടക്കുകയായിരുന്നു. അങ്ങനെയൊന്നുമില്ല. എന്തായാലും രജനി സിനിമയ്ക്കെങ്കിലും വന്നപ്പോ കിട്ടിയല്ലോ, അത് തന്നെ സന്തോഷം. നമ്മളൊന്നും ഇന്റർവ്യൂ എടുക്കാറില്ലല്ലോ. ഞാനാ അത് അങ്ങനെ പറയല്ലേ, ട്രെൻഡിങ് ആളുകളല്ലേ ഇന്റർവ്യൂ എടുക്കാറുള്ളത്. ട്രെൻഡിങ്ങിലുള്ള ആളല്ലേ? അല്ല, ഞാൻ എടുത്തത് ട്രെൻഡിങ്ങിൽ ആവുമല്ലോ. ചുമ്മാ നമ്മള് 2-3 പ്രാവശ്യം ആലോചിച്ചു അല്ലേ? അതെ, എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. റെസ്റ്റോറന്റ് തുടങ്ങിയ സമയത്ത് ആലോചിച്ചു, പിന്നെ നമ്മള് അമ്മയിൽ വെച്ചൊന്നും നമ്മൾ പ്ലാൻ ചെയ്തു, ഓർത്തു, പിന്നെ ഇങ്ങനെ ഒരു ഓട്ടം. രണ്ടുപേരും രണ്ട് ബിസിനസ് ഒക്കെ അല്ലേ? അങ്ങനെയൊന്നുമില്ല, രണ്ടും നടക്കുന്നുണ്ടല്ലേ? നമുക്ക് രജനിയിലേക്ക് എത്താം അല്ലേ? കാളിദാസ് ഒരു നല്ലൊരു സിനിമ, ഞാൻ അവരെ ഇന്റർവ്യൂ ഒക്കെ എടുത്തപ്പോൾ പറഞ്ഞ ഒരു നല്ലൊരു സിനിമ, ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ഒരു ത്രില്ലർ മൂവി, ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങൾ യാത്ര തുടങ്ങുന്ന ഒരു സിനിമ. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എങ്ങനെയാണ് രജനിയിലേക്ക് എത്തുന്നത്? രജനി എനിക്കൊന്ന് കോവിഡിന്റെ സമയത്ത്, കോവിഡ് ഡയറക്ടർ പറഞ്ഞോട്, അപ്പൊ ആദ്യം 2 സ്കെഡ്യൂളായിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ കോവിഡിന്റെ സമയത്തായിരുന്നു വിൻലേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഒരു കഥ നറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കഥ നറേറ്റ് ചെയ്തു. അപ്പൊ ഈ കോവിഡിന്റെ സമയത്ത് നമ്മൾ OTT-യിലൊക്കെ ഒരുപാട് ത്രില്ലേഴ്സ് കാണാറുണ്ടായിരുന്ന ഒരു സമയമായിരുന്നല്ലോ. അപ്പോ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു അടുത്തടുത്ത് എന്തൊക്കെയാ ത്രില്ലേഴ്സ് വരുന്നതെന്ന് OTT-യിൽ കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്തായിരുന്നു ഈ കഥയായിട്ട് വിൻലേട്ടൻ വന്നു, നറേറ്റ് ചെയ്തു. രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ നമ്മൾ അധികം കണ്ട് പരിചയമില്ലാത്ത ഒരു ത്രില്ലറായിട്ട് എനിക്ക് തോന്നി, ജെന്യുവൻലി. അവരുടെ മേക്കിംഗ്, നമുക്കിപ്പോ ഒരാൾ കഥ നറേറ്റ് ചെയ്യുമ്പോൾ അവരുടെ മേക്കിങ്ങിന്റെ രീതി പറയുമ്പോൾ നമുക്ക് കുറെ മനസ്സിലാവുള്ളൂ. അപ്പൊ എനിക്ക് ഇഷ്ടം തോന്നി. പിന്നെ ഈ ആക്ടേഴ്സ് എല്ലാവരും ഫ്രഷ് ആയിട്ടുള്ളൊരു ടീമാണ്, അവരുടെ നറേഷൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങനെ ആ കഥാപാത്രത്തിനൊരു കാമ്പുണ്ടായിരുന്നു, ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഒരു കഥാപാത്രം. അങ്ങനെ ചെയ്തത്. ഈ പറഞ്ഞ തമിഴും മലയാളവും അല്ലെ? മലയാളം സംസാരിക്കുന്ന നമിത മലയാളം സംസാരിക്കുന്നു. ആക്ച്വലി മലയാളം ഉണ്ടെങ്കിലും എന്റെ ഇതിൽ കുറെ തമിഴ് ആക്ടേഴ്സ് ഉണ്ട്. ചെന്നൈയിൽ നിന്ന് കുറെ ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു തമിഴും മലയാളവും ഞാൻ പഠിക്കേണ്ടി വരുമോ എന്നുള്ളത്. കാരണം തമിഴ് പണ്ടൊക്കെ എനിക്ക് നെയ്ബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പലരും പഠിത്തമൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ പോയി. അപ്പൊ ഇപ്പൊ അത്രയും വലിയ വശയില്ല. അപ്പൊ സ്പോട്ടിലൊക്കെ എനിക്ക് ഡയലോഗ്സ് എന്നാ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇതില് മലയാളത്തിൽ തന്നെ എന്റെ ലൈൻസ് ഒക്കെ പറഞ്ഞേക്കുന്നത്, തമിഴ് ഡബ് ചെയ്തേക്കുന്നത്. ശരിക്കും ബൈലിംഗ്വൽ ആക്കിയാണ് സിനിമ ഇറക്കുന്നത്. കാരണം ഒരുപാട് ആക്ടേഴ്സ് അല്ലാതെ തമിഴ് ആക്ടേഴ്സ് ഉണ്ട്. ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. നമ്മൾ സെലക്ട് ചെയ്യുന്ന സിനിമകൾ നമ്മൾ കഥകൾ കേട്ട് സെലക്ട് ചെയ്യാണല്ലോ. ഇത് ഞാൻ ചെയ്താൽ നമിതയ്ക്ക് പറ്റിയ ഒരു കഥാപാത്രമാണെന്ന് നമ്മൾ വിലയിരുത്തിയിട്ടാണല്ലോ ഈ സിനിമയിലേക്ക് വരുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും എനിക്ക് പറ്റിയതാണിത്? എനിക്കൊന്നു ഞാൻ കുറെ ആക്ടേഴ്സിന്റെ അടുത്ത് സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് എനിക്കുണ്ടത്. ഇപ്പൊ ചില കഥാപാത്രങ്ങൾ കേൾക്കുമ്പോൾ അത് എന്റെ കയ്യിൽ നിൽക്കുന്നതല്ല എന്നുള്ളൊരു തോന്നല്. ഇപ്പം എന്റെ ബോഡിക്കുള്ള ഫ്ലെക്സിബിലിറ്റി ആയിരിക്കില്ല വേറൊരു ആക്ടറിന്റെ ബോഡിക്കുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി. എനിക്ക് കോമഡി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ വേറൊരാൾക്ക് അത് എളുപ്പമായിരിക്കും. അപ്പോ അങ്ങനത്തെ ആസ്പെക്ട്സ് എല്ലാം കൂടെ നോക്കിയിട്ടാണ് ഞാനൊരു സ്ക്രിപ്റ്റ്, കാരണം എനിക്കത് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്യാൻ ആഗ്രഹമാണ്. പക്ഷെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എന്റെ കംഫർട്ട് സോണിലേ നിൽക്കുന്ന കഥാപാത്രമല്ല എന്ന് തോന്നുന്നതാണ്. ഇൻഡിവിജ്വലി എനിക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ
ഞാനത് മാക്സിമം ചെയ്യാൻ നോക്കാറില്ല. പക്ഷെ പണ്ട് എനിക്ക് അതിന്റെ സീരിയസ്നെസ് വലുതായിട്ട് അറിയില്ലായിരുന്നു. എന്റെ ആക്ച്വലി ആസ് എൻ ആക്ടർ എന്റെ കാഴ്ചപ്പാടുകൾ മാറ്റിയത് സിദ്ധാർത്ഥ് ശിവ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറാണ്. സിദ്ധാർത്ഥൻ അദ്ദേഹമാണ് ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ മൊത്തത്തിൽ മാറ്റിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ആണെന്ന് പറഞ്ഞ സജിതാ മഠത്തിലൊക്കെ സജസിച്ച് എഴുതിയിട്ടുള്ള സിനിമയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമകളും അല്ലെങ്കിൽ പെർഫോമൻസിന് ഞാൻ കൊടുക്കുന്ന സമയം എടുത്ത് അത് വർക്ക് ചെയ്ത് ചെയ്യുന്ന രീതികളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ ഫാക്ടേഴ്സിന്റെ ആസ്പെക്ട്സിലാണ് സിനിമ ചെയ്യുന്നത്. പിന്നെ ഏതൊരു ആക്ടറിനും അവരുടെ ഹാൻഡ് ഫുൾ ഓഫ് സിനിമ, അവർക്ക് വരുന്ന സിനിമകളിൽ നിന്ന് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചെയ്യുന്നത്, ഞാൻ ആർക്കും വാക്കൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വർഷത്തിൽ ഇത്ര പടം ചെയ്യും, അങ്ങനത്തെ ഒരു ആക്ടർ അല്ല. ഇനി അങ്ങനത്തെ ഒരു ആക്ടർ ആവണമെന്നില്ല. ഓടി നടന്ന എല്ലാ മാസവും അല്ലെങ്കിൽ 3 മാസത്തിൽ 3 പടം ചെയ്യണം, അങ്ങനത്തെ ആക്ടർ അല്ല. എനിക്ക് വരുന്ന സിനിമകളിൽ നിന്ന് നല്ലത് നോക്കി എനിക്ക് കൺവിൻസിങ് ആവുമ്പോൾ ഞാൻ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ. അല്ല, അങ്ങനത്തെ ഒരാള് എന്ന് പറയുമ്പോൾ സെലക്ഷൻ ഓക്കെയാണ്. നമ്മിത് ചെയ്തിരുന്ന സെലക്ഷൻ സിനിമകൾ നോക്കുമ്പോൾ കൃത്യമായി സെലക്ഷൻ നടത്തിയിട്ടാണ് സ്ക്രീൻ ചെയ്തിട്ട് തന്നെയാണ് സബ്ജക്ട് എടുക്കുന്നതെന്ന് എനിക്കൊരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ അടുത്ത് വന്ന കഥകൾ എനിക്ക് വേണ്ട എന്ന് തോന്നി മാറ്റിവെച്ച സബ്ജക്റ്റും കാണും. പിന്നീട് ആ സിനിമകളിലെ ഒരു വിജയം പരാജയം സിനിമയിലാണ്. അത് എനിക്ക് ചെയ്യാമായിരുന്നു, ഞാൻ എന്തിനാണ് മാറ്റിയതെന്ന് പിന്നെ റീതിങ്ക് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ആക്ച്വലി റീതിങ്ക് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഇപ്പം ഞാനൊരു സിനിമ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ തന്നെ വർക്ക് കിടക്കുന്ന ഒരുപാട് സിനിമകള് ഞാൻ കഥ കേട്ടതാ. നല്ല ടെക്നിക്കൽ ക്രൂ മെമ്പേഴ്സ്, ഷോർട്ട് സിനിമ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. പക്ഷെ എന്റെ കംഫർട്ട് രീതിയിലുള്ള ആ കഥാപാത്രം എനിക്ക് കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുമ്പോൾ ഞാൻ വേണ്ടാന്ന് കൺവിൻസിങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കഥാപാത്രത്തിനെ ഇപ്പൊ ഒരു പരിധിവരെ ഞാൻ ഇന്റിമേറ്റ് സീൻസിൽ കംഫർട്ടബിൾ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരിക്കലും അവരുടെ അടുത്ത് പറയില്ല അത് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് മാറ്റാവോ. ഞാൻ ക്ലിയർലി പറയും നിങ്ങളുടെ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കാര്യമാണ്, ബിക്കോസ് സിനിമ ഡിമാൻഡ് ചെയ്യുന്നതാണ്. അത് എനിക്ക് വേണ്ടിയിട്ട് മാറ്റാൻ പറയുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സിനിമകൾ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എനിക്ക് കൺവിൻസിങ് അല്ലെങ്കിൽ പക്ഷേ ഞാൻ ഡയറക്റ്റ്ലി പറയാനുണ്ട് എനിക്ക് കൺവിൻസിങ് അല്ല, എനിക്ക് ഈ അവർ മാറ്റുകയാണെങ്കിൽ മാറ്റിക്കോട്ടെ, അവരുടെ പേഴ്സണൽ ഇത് ഇല്ല, മാറ്റാത്തവരുണ്ട്, എനിക്കത് കൺവിൻസിങ് അല്ല എന്ന് പറയുന്നതുകൊണ്ട്. പക്ഷെ ഞാൻ ക്ലിയർലി കുറച്ച് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയി സോപ്പ് പതപ്പിച്ച് സ്വഭാവം നമുക്കില്ല, അങ്ങനത്തെ സ്വഭാവം വലുതായിട്ടില്ല. സോപ്പ് പതപ്പിക്കേണ്ട സ്ഥലത്ത് പതപ്പിക്കും, ബിസിനസിന്റെ സമയമാകുമ്പോ. അല്ലാതെ ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം കൊണ്ട് അവർക്ക് നല്ലതാവണമെങ്കിൽ നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്ന് പറയുന്നേ ഉള്ളൂ. അല്ല, നമ്മളെ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ 3 മാസം കൂടുമ്പോ 3 സിനിമ ചെയ്യാവുന്നോ, അല്ല 1 വർഷത്തെ ഇത്ര സിനിമ ചെയ്യാവുന്നോ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യമാണ്. പക്ഷെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, നമ്മുടെ സിനിമകൾ കണ്ട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുന്നു എന്നൊരു ചിന്താഗതി എനിക്കും സ്വാഭാവികമായിട്ട് തോന്നിയിട്ടുണ്ട്. അവിടെയാണ് നമുക്കൊരു ക്ലാരിറ്റി വേണ്ടത്. ഇപ്പൊ നമ്മിത് തുടക്കത്തിൽ പറഞ്ഞു ഞാൻ സ്വയം ഇങ്ങനെ വേണ്ട എന്ന് വെച്ചു മാറുന്നതാണ്, ഈ സോപ്പ് പതക്കലൊന്നും ഇല്ല. അയ്യോ, ഇത് സോപ്പ് പതിക്കുന്ന അങ്ങനെയല്ല, ഞാൻ സിനിമയ്ക്കല്ല നമ്മൾ പറയുന്ന കഥാപാത്രങ്ങളിൽ എനിക്ക് വേണ്ടി ഇങ്ങനെ മാറ്റം അതാണ് ഇത് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ സോപ്പ് പതിക്കില്ല. തീർച്ചയായിട്ടും അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അത് തന്നെ പറഞ്ഞു. അതെ, ഞാൻ കഥാപാത്രങ്ങളെ എന്റെ കൺവിൻസിനനുസരിച്ച് ഞാൻ ഒരു മേക്കറിന്റെ അടുത്ത് പറയാറില്ല നിങ്ങൾ ആ സ്ക്രിപ്റ്റ് മാറ്റിയിട്ട് എനിക്ക് പറ്റുന്ന രീതിക്ക് ചെയ്യണമെന്ന് നമ്മൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുമില്ല. ക്ലാരിറ്റി ആളുകൾക്ക് നമ്മളടുത്ത് ആളുകൾ അങ്ങനെ ചോദിക്കുന്നത് നമ്മളോടുള്ള സ്നേഹമുള്ളത് കൊണ്ടായിരിക്കും. കോവിഡിന്റെ സമയത്ത് ഈശോ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ഞാനൊരു 6-7 സിനിമ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഓരോന്ന് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആളുകൾക്ക് അറിയില്ല ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളടുത്ത് ചോദിക്കുന്നതാ എന്താ സിനിമ ചെയ്യാത്തതെന്ന്. പക്ഷെ ഞാൻ ഒരുപാട് പ്രഷർ അങ്ങനെ എടുക്കാറില്ല. ബേസിക്കലി പ്രഷർ ഇൻ ദ സെൻസ് ഇപ്പോ എന്താ സിനിമ ചെയ്യാത്ത ഞാനത് കേട്ട് എന്റെ ക്ലാരിറ്റി ക്ലിയർ ആയിട്ടുള്ള സിനിമ ചെയ്യുന്നുണ്ട്, അത് റിലീസാവും, അത്രേ ഉള്ളൂ. കാരണം ഞാൻ എന്റെ പേഴ്സണൽ ലൈഫും ഈ പ്രൊഫഷണൽ ലൈഫും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് വെക്കുന്ന ആളാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ കാണുമ്പോഴും നമ്മൾ അതിന്റെ ഒരു നല്ലൊരു ഗ്ലോറിയസ് പാർട്ട് മാത്രമേ കാണുന്നുണ്ടോ, ആരുടെയും പേഴ്സണൽ ലൈഫോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അപ്പൊ എനിക്ക് അത്രയും ബാഗേജ് ഞാൻ എടുത്തു വെക്കാത്ത ആളാണ്. എന്തിനാണ് വെറുതെ നമ്മള് വലിയ ആലോചിച്ചത് അല്ലേ? കാരണം എനിക്ക് തോന്നുന്നു കുറേ നെഗറ്റിവിറ്റിയും കുറെ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ എടുത്തു വെക്കില്ല. എനിക്ക് എന്റെ മെന്റൽ പീസ് ആണ് വലുത്, ഞാൻ ചെയ്യില്ല. അതിന്റെ കാര്യമില്ല. ഇല്ല, എന്റെ കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ
സിനിമയ്ക്ക് വേണ്ടി സിനിമ നമ്മളെ തേടി വരികയല്ല, ഉം. നമ്മൾ സിനിമയെ തേടി പോകുന്ന കാലഘട്ടമാണ്. അതെ അങ്ങനെയാണ് നിൽക്കുന്നത്. ഒരിക്കലും സിനിമ നമ്മളെ തരും, ഒന്നല്ലെങ്കിൽ അടുത്ത താരങ്ങൾ ഇവിടെ റെഡിയാണ്. അതെ. നമ്മൾ തേടി പോണം സിനിമകൾ. അങ്ങനെ തേടി പോകാറുണ്ട് ഇപ്പോൾ. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള മേക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ ഞാനിപ്പോ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ പുതിയ മേക്കേഴ്സ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ആളുകളാണെങ്കിലും ഞാൻ അവർക്ക് മെസ്സേജ് അയക്കും, ഞാൻ സിനിമ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഐ റിയലി ലവ് ടു വിഷ് ടു വർക്ക് വിത്ത് യു എന്നുള്ള രീതിയിൽ. അതിന് സിനിമ വരണില്ല, കാരണം അത് അവരുടെ ഫ്രീഡം ആണല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടു. മെസ്സേജ് അയക്കാറുണ്ട്. നമുക്ക് ഈ സിനിമയിലേക്ക് വന്നതിന്റെ ഒരു കടപ്പാടുണ്ടെങ്കിൽ എന്നും നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരാളുണ്ടാവും അല്ലെ? എനിക്ക് എന്റെ ലൈഫിൽ ഒരാളുണ്ട്, അമ്മയ്ക്ക് ലൈഫിൽ ഒരാൾ. അങ്ങനെ ഒരാൾ ഓർക്കുവാണെങ്കിൽ ആരായിരിക്കും ഓർക്കും? എനിക്കൊന്ന് രാജേഷ് അങ്കിൾ, ട്രാഫിക്കിന്റെ ഡയറക്ടർ രാജേഷ് അങ്കിളാണ് ആദ്യമായിട്ട്. കാരണം അത്രയും വലിയൊരു പ്രോജക്റ്റില് എന്നെ ഉൾക്കൊള്ളിക്കാമെന്ന് ഒരു ഐഡിയ വന്നത് പുള്ളിക്കായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ട്രാഫിക്കിന്റെ സ്ക്രിപ്റ്റ് നറേഷന്റെ സമയത്ത് ഞാൻ 9th എന്തോ പഠിക്കായിരുന്നു. അപ്പൊ രാവിലെ ദോശ സാമ്പാറും അമ്മ ഉണ്ടാക്കി ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുക, കാരണം 9 മണിക്ക് ക്ലാസ്സിൽ പോകണം. ദോശ സാമ്പാറും കഴിച്ചുകൊണ്ടിരിക്കുക, രാജേഷ് അങ്കിൾ അവിടെ ഇരുന്ന് കഥ പറയാം. അപ്പൊ പുള്ളി പറയുന്നുണ്ടായിരുന്നു, മോള് കഴിച്ചോ ഞാൻ പറഞ്ഞോളാം. എനിക്ക് റിബൺ 2 സൈഡിൽ അമ്മ കിട്ടുന്നു. ഇതെല്ലാം ആക്ടിവിറ്റി നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് കാരണം പുള്ളി എന്ന് വെച്ചാൽ ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവ് ട്രേറ്റ്, അല്ലെങ്കിൽ ഞാനൊരു മേക്കർ എന്നുള്ള രീതിയിൽ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന, ഞാൻ സിനിമയിൽ ഒന്നുമില്ല, ഞാൻ ഇന്നേ വരെ സിനിമ ചെയ്തിട്ട് പോലും ഇല്ല. പക്ഷെ ആ കഥ എൻ്റെ അടുത്ത് ഇപ്പൊ വേണമെങ്കിൽ പുള്ളിക്ക് പറയായിരുന്നു, ഒരു കഥാപാത്രം ഉണ്ട്, നല്ല കഥാപാത്രമാണ്, ഒന്ന് ചെയ്തിട്ട് ഇതാണ് എന്ന് പറഞ്ഞത്. പക്ഷെ ആ സ്റ്റോറി ഫുൾ എനിക്ക് നറേറ്റ് ചെയ്ത് തന്നു. അത് ആ ആക്ടറിനോ, അത് ഏതോ ഒരു ചെറിയ രീതിയിലുള്ള ആക്ടർ ആണെങ്കിലും വലിയ രീതിയിലുള്ള ആക്ടർ ആണെങ്കിലും ആ ഒരു ആക്ടറിനോട് കൊടുക്കുന്ന റെസ്പെക്ട് ആണല്ലോ. ഇപ്പൊ രാജേഷ് അങ്കിളിനോടും പിന്നെ ആൻഡ്രു അങ്കിളിനോടും എനിക്ക് ആ ഒരു കടപ്പാടുണ്ട്. കാരണം ഈ ട്രാഫിക്കിനൊക്കെ മുന്നേ മല്ലു സിംഗ് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ബോർഡ്സ് എക്സാം ഒക്കെ ആയിരുന്നു. ഞാൻ കുറച്ച് ആ സമയത്ത് ഈ എക്സാം ഒന്നും വിട്ട് പരിപാടിയൊന്നുമില്ല. എനിക്കത് എഡ്യൂക്കേഷൻ ഞാൻ അന്നും ഇന്നും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോ ആ സമയത്തായിരുന്നു രാജേഷ് അങ്കിളും ആന്റോങ്കിലും വിളിച്ചിട്ടുണ്ട്. ആന്റോങ്കിള് വഴിയാണ് സത്യനങ്കിള് വീണ്ടും ആന്റോങ്കിള് വിളിച്ചു തന്നെ. അത് എൻ്റെ അടുത്ത് പറഞ്ഞു, സത്യനങ്കിളുടെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പൊ എന്നെ സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല, അപ്പൊ ഒന്ന് സത്യനങ്കിളിന്റെ തൃശ്ശൂരത്തെ ഫ്ലാറ്റിൽ ഒന്ന് പോയി കാണാമെന്ന് വെച്ചു. അപ്പൊ ഞാനും അച്ഛനും അമ്മയും ഞങ്ങൾ ഗുരുവായൂർ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ തിരിച്ചു വരുന്ന വഴിയായിരുന്നു. അങ്ങനെ സത്യനങ്കിളുടെ വീട്ടിൽ പോയി, മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് എൻ്റെ അടുത്ത് കുറെ സംസാരിച്ച് അങ്ങനെയാണ് പുതിയ തീരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വഴി വരുന്നത്. അല്ല, എനിക്ക് ഇതിനകത്ത് ഏറ്റവും രസകരമായി തോന്നുന്നത്, സ്കൂളിൽ പോകാനുള്ള ധൃതി, അമ്മർപ്പം കിട്ടുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ അപ്പോഴും കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കതിന്റെ സീരിയസ് ഇല്ല, എനിക്ക് സീരിയസ്നെസ്സും ഇല്ല, എനിക്ക് കഥയെ മനസ്സിലായി. കാരണം ട്രാഫിക് ഒന്നും അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമയല്ല, ഒന്നും മനസ്സിലാവില്ല നമുക്ക്. അപ്പൊ എനിക്കും അതിന് സീരിയസ് ഇല്ല. പക്ഷെ ഇത്രയും വലിയ സിനിമ നമ്മൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സ് അല്ലേ, ശ്രീനിവാസൻ, കുഞ്ചാക്കോ ബോബൻ. ഇപ്പൊ നമ്മള് അപ്പൊക്കെ നമുക്ക് ഈ ആക്ടേഴ്സിന് എപ്പോഴും പേര് പറഞ്ഞല്ലേ അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അതെ, നമുക്ക് കാരണം അവരെ സ്ക്രീനിൽ കണ്ട് പരിചയല്ലേ. അപ്പൊ ശ്രീനി അങ്കിളുണ്ട്, ചാക്കോച്ചനുണ്ട്, ആസിഫിക്ക. ആ സമയത്ത് ആസിഫിക്ക വന്ന ഒരു ഭയങ്കര ട്രെൻഡിങ് സമയമായിരുന്നു. വിനീതേട്ടൻ, റോമയൊക്കെ ആ സമയത്ത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. ഇപ്പൊ രമ്യ ചേച്ചി, ഇവരെല്ലാരും ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഭയങ്കര പേടിച്ചാ പോയെ, ഭയങ്കര പേടിയായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ കടന്ന് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. 2023 നമ്മൾ എത്തിയിരിക്കുകയാണ്. പല സിനിമകളും പല പല ക്യാരക്ടർ ചെയ്തു. എന്നും മനസ്സിൽ ഓർത്തു വെക്കുന്ന ഒരു ക്യാരക്ടർ, എല്ലാ സിനിമയും നമുക്ക് വലുത് തന്നെയാണ്, ഒന്നും അല്ല എന്ന് പറഞ്ഞു. എങ്കിലും നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഏതായിരിക്കും? പുതിയ തീരങ്ങൾ എനിക്ക് കാരണം അതെന്റെ ഹീറോയിൻ ആയിട്ടുള്ള ഫസ്റ്റ് സിനിമയാണ്. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഡയലോഗ് പറയാനും കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ആക്ഷനും ഡയലോഗും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് അത്യാവശ്യം ഈ കുറെ ആക്ഷൻസും ഡയലോഗ്സും അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇവർ കുറെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. നീന്താൻ പഠിപ്പിച്ചു, വള്ളം തുഴയാൻ പഠിപ്പിച്ചു, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പിന്നെ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ അവര് മൊത്തം സത്യനങ്ങളും എല്ലാരും അവരുടെ ലൊക്കേഷൻ അങ്ങനെയാ. ഒരു ചെറിയ കുട്ടീനെ കൊണ്ടു നടക്കുന്ന പോലെ അവര് കൊണ്ടു നടക്കും. അപ്പൊ അത് നല്ലായിരുന്നു. അല്ല, നമിതയെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മളെ പോലെ ഉള്ളവര്, ഞാനൊക്കെ സിനിമാ മേഖലയിൽ തന്നെ വാർത്ത ചെയ്ത് നിൽക്കുന്ന ആളാണ് വർഷങ്ങളാണ്. ഇപ്പോഴും നമിതയെ നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് കേട്ടോ. ആണെന്ന് തോന്നുന്നു. കാരണം അതെ 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 അല്ലെ, കുഞ്ഞിനെ തൊട്ട് കാണുന്നോണ്ടായിരിക്കും. അപ്പൊ ഇപ്പൊ ചിലതിലൊക്കെ
ഞാൻ ആരൊക്കെയോ കമന്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, ഇവൾക്ക് പ്രായമൊന്നും ആവൂലേ ഇവള്, കാരണം എനിക്കത് കുഞ്ഞിനത്തോട് കാണുന്നോണ്ടായിരിക്കും ഇത്രയും, ഇത് 10-30-40 വയസ്സുണ്ടാവുമല്ലോ എന്ന് കളിയാക്കി പറയും, കാരണം കുറെ നാളായിട്ട് കാണുന്നതാണല്ലോ അതുകൊണ്ട്. അല്ല, എനിക്ക് അങ്ങനെ ഒരു ഫീൽ, അതാണ് ഞാൻ പറഞ്ഞത്, പൊതുവെ അങ്ങനെ ഒരു ഫീൽ ഇപ്പോഴും ഉണ്ട്. ഇത് നമ്മുടെ ഒരു കുട്ടി, ഈ ഒരു മെന്റാലിറ്റി ചില ആളുകൾക്ക് അങ്ങനെ കിട്ടാറില്ല. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള കുട്ടി, ആ രീതിക്കുള്ള സംഭാഷണം ഉണ്ട് നമ്മുടെ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങള് ഈ കൂട്ടത്തിൽ സർക്കിളിൽ വരെ അത് സംസാരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്തരം ഒരു കാര്യം പറഞ്ഞത്. ഇപ്പം ഈ രചനയിലേക്ക് വന്നപ്പം കാളിദാസിന്റെ കൂടെയാണ് അല്ലെ? കാളിദാസിന് നമുക്കറിയാം, ജയറാമേട്ടന്റെ മോൻ അല്ലെ? ജയറാമേട്ടന്റെ സിനിമകൾ നമുക്കറിയാം. കാളിദാസിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ ജയറാമേട്ടന്റെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടല്ലോ. എങ്ങനെയാണ് കാളിദാസിന്റെ കൂടെ ഈ ഒരു സ്ക്രീൻ ഷെയർ ചെയ്തപ്പോൾ? എനിക്ക് കണ്ണനെ ഞാന് ഇതിന് മുന്നേ എവിടേക്കോ വെച്ചിട്ട് മീറ്റിംഗ്സിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഹായ്, പക്ഷെ കണ്ണൻ ഭയങ്കര വാമ, ഭയങ്കര എല്ലായിടത്തും നല്ലതായിട്ടാണ് പെരുമാറാനൊക്കെ ഭയങ്കര നല്ലതാ. അപ്പൊ ഷൂട്ട് ചെയ്യണ സമയത്ത് എനിക്ക് അങ്ങനെ വലിയ എങ്ങനെ ഉണ്ടാവും ഈ കോ ആക്ടർ എന്നുള്ള ഒരു ആദ്യം തന്നെ ആ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര, പിന്നെ നമ്മളൊക്കെ ഒരേ പ്രായക്കാർ, ഒരേ ഇതായിട്ട് അത് വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഭയങ്കര നല്ല ആക്ടറാണ്, ശരിക്കും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ആക്ടറാണ് കാളിദാസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളിയുടെ ക്രാഫ്റ്റിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര റെഡിയാണ്. ആ ഡയറക്ടർ പറയുന്ന പോലെ ആ ചെയ്യുന്ന കാര്യം എത്രത്തോളം നന്നാക്കാൻ പറ്റും അത്രത്തോളം നന്നാക്കി ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അത്തരം ജയറാമേട്ടൻ അങ്ങനെ തന്നെയാണല്ലോ, അതേ രീതിക്ക് തന്നെയാണ് പോകുന്നത്. വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ എവിടേക്കോ വെച്ച് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. കണ്ണിനെ അറിയാം, ചക്കിനെ അറിയാം, എങ്ങനെ രണ്ടുപേരെ അറിയാം. അറിയാം. ഈ ഇത് ഇപ്പോ ഡാർക്ക് ഷെയ്ഡാണ് ഈ സിനിമ, നൈറ്റ് ആണ് ഷൂട്ട്, രാത്രി ഷൂട്ടാണ് ഈ സിനിമ പോകുന്നത്. ഞാൻ ഡയറക്ടറായിട്ട് കുറെ കാര്യം സംസാരിച്ചുകൊണ്ടാണ് ഇതിലേക്ക് പോകുന്നത്. ഒരു ഡാർക്ക് ഷെയ്ഡുള്ള സിനിമ, ഒരു ത്രില്ലർ സിനിമ വിജയിപ്പിക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെയാണ്. അത് ആ രീതിക്ക് നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തണം. ഈ സിനിമ ഡബ് ചെയ്തപ്പോഴായിരിക്കും കണ്ടത്, സിനിമ പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഡബ് ചെയ്തപ്പോഴായിരിക്കും കണ്ടത്. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ വേഷങ്ങളും, നിങ്ങൾ രണ്ടുപേരും കൂടെ യാത്രയാണ് കൂടുതലും അല്ലെ? കണ്ണനും നമിതയായിട്ടുള്ള യാത്രയാണ് കൂടുതലും, ഒരു അന്വേഷണത്തിലേക്ക് പോകുന്ന ഒരു കഥയാണ് എന്നാണ് എനിക്ക് കിട്ടിയ വിവരങ്ങൾ. ആ ഡബ്ബിംഗ് വേഷം കണ്ടുകഴിഞ്ഞപ്പം ഇതെങ്ങനെയായിരിക്കും പ്രേക്ഷകർ ഏറ്റെടുക്കാവുന്ന ഒരു ചിന്ത, ഒരു ടെൻഷൻ ഉണ്ടോ? ഡബ് ചെയ്യാൻ പോകുമ്പോ ശരിക്കും ഞാൻ അങ്ങനത്തെ കാര്യം ആലോചിക്കലില്ല. അത് ഞാൻ മേക്കിംഗ് ഇവര് സിനിമ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇരുന്ന് നോക്കാറുണ്ട്, എങ്ങനെയായിരിക്കും എന്താണ് എന്നൊക്കെയുള്ള രീതിയിൽ. പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം വന്നു കഴിയുമ്പോൾ മൊത്തത്തിൽ ഏതൊരു സിനിമയിലെയും അപ്ലിഫ്റ്റ് ചെയ്യുന്നത് എനിക്കൊന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കൺസേൺ ഡബ് ചെയ്യുമ്പോൾ ഒന്നും ഇല്ലായിരുന്നു. ഡബ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ ആ പെർഫെക്ഷൻ നോക്കി, ആ കഥാപാത്രം നോക്കി ചെയ്യും. കാരണം എല്ലാ പോർഷൻസും നമ്മൾ കാണുന്നില്ലല്ലോ, പിന്നെ എല്ലാം റിലീസായി കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഒത്തിരി മാനസിക സമ്മർദ്ദത്തിലാകാറില്ലേ നമ്മുടെ ഒരു സിനിമ ചെയ്യും? പണ്ട്, ഇപ്പൊന്നുമില്ല. കൂളാ. എനിക്ക് വരുന്ന സിനിമകൾ നന്നായിട്ട് ചെയ്യുക, മോശമായിട്ട് ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട്. മോശമായിട്ട് ഒരിക്കലും ചെയ്യില്ല. ആസ് എൻ ആക്ടർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം കൊടുക്കണം. ഞാൻ ഇപ്പോ ചില സമയങ്ങളിൽ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ ഞാൻ പറയാം, എനിക്ക് ഒന്നുകൂടി കൺവിൻസിങ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി ചെയ്താൽ കൊള്ളാന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ, എനിക്ക് പണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. ആദ്യം എന്താ എങ്ങനെയുണ്ട് എന്നുള്ള രീതിക്ക് ഭയങ്കര ടെൻഷനാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ടെൻഷൻ സത്യത്തിൽ തോന്നാറില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കും, എങ്ങനെയുണ്ട് സിനിമ, എങ്ങനെയാണ്, നല്ലതാണോ, സന്തോഷം, മോശമാണോ, അത് എന്താ മോശം പറ്റിയെന്ന് അന്വേഷിക്കാറുണ്ട്. അത്ര. ആദ്യ സിനിമ ആദ്യ ഷോ കാണാൻ പോവോ? നമ്മുടെ സിനിമ ആദ്യ ഷോ കാണാൻ പോവോ? വൈകുന്നേരം. എന്താണ് വൈകുന്നേരം? ഞാൻ അങ്ങനെയാ, കാരണം ഞാൻ എല്ലാ സിനിമയും വൈകുന്നേരം കാണാൻ പോകുന്നത്. എന്റെ സിനിമയും വൈകുന്നേരം കാണാൻ പോകുന്നത്. അങ്ങനെയാന്ന് തോന്നുന്നു. കുഞ്ഞിനത്തോടെ നമ്മൾ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് സിനിമ കാണാൻ പോകുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഒരു 6 മണി 6:30ക്കുള്ള ആ ഷോ ആണല്ലാണ് പതിവ്. അത് തന്നെ ഇപ്പോഴും വീട്ടിൽ നിന്ന് പോവാന്ന് പറയുമ്പോ സ്വന്തം സിനിമയാണെങ്കിൽ നമുക്ക് 6:30ക്കുള്ള ഷോയ്ക്ക് പോയാൽ മതി. അപ്പൊ നമുക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടുള്ളൂ. ഓൾറെഡി സിനിമ പേടിയാ. എനിക്ക് അതല്ല, വൈകുന്നേരം പോയാൽ എനിക്ക് ആളുകളുടെ കൂട്ടത്തിൽ ഇരുന്ന് എനിക്ക് ബേസിക്കലി ഭയങ്കര ചമ്മലാ. എനിക്കിപ്പോ എന്റെ ഇന്റർവ്യൂസ് ഞാൻ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കാണും. അല്ലാണ്ട് ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി എല്ലാവരും ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നതൊക്കെ എനിക്ക് അവരെ കാണിക്കാനൊക്കെ ഭയങ്കര നാണക്കേടല്ല, ഒരു ചമ്മല. എനിക്കത് ഭയങ്കര ഇന്റിമിഡേറ്റിംഗ് ആണ്, ഒരു ഇതാണ്. എന്താണ് അങ്ങനെ, നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ.
എനിക്ക് തോന്നുന്നു എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എനിക്കിപ്പോ സിനിമ ആണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് പോയി കാണിക്കല് സ്വന്തം സിനിമ, ബാക്കി സിനിമയൊക്കെ കാണാൻ പോകും, സ്വന്തം സിനിമ കാണാൻ പോകുമ്പോ എനിക്കെന്തോ ഒരു ചമ്മല. പിന്നീട് ചിന്തിക്കാറുണ്ടോ നമ്മൾ ചെയ്ത സിനിമ, ഇപ്പം ആദ്യത്തെ ഷോ കാണാൻ പോകാറില്ല, ആരുടെ ഷോയ്ക്കാണ് പോകുന്നത്, എല്ലാ സിനിമ അങ്ങനെയാണ് നമ്മുടെ സ്വന്തം സിനിമ. പക്ഷെ ആ സമയത്ത് നമുക്ക് ആദ്യത്തെ ഷോ ഉണ്ട്, നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്, ആ സിനിമയുടെ ഫീഡ്ബാക്ക് പല രീതിക്കുള്ള ഫീഡ്ബാക്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് പിന്നെ 6:30 പോകാൻ തോന്നും, അത് ഞാൻ പോയി കാണും, നമ്മൾ ചെയ്ത എന്തായാലും പോയി എന്തായാലും പോയി കാണും, ചെയ്ത ജോലിയല്ലേ എന്തായാലും കാണും. അത് എന്ത് കമന്റ് വന്നാലും നമുക്ക് കാണും. അത് കാരണം നമ്മള് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല, അതിന് എങ്ങനെയുണ്ടെന്ന് കാണുന്നതിന് എന്താ കുഴപ്പം, അതൊന്നും പ്രശ്നമില്ല. അതൊന്നും പ്രശ്നമില്ല. സിനിമ ഒരു സെലക്ഷനിലേക്ക് പോകാറുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ടല്ല. സെലക്ട് ചെയ്യുമ്പോൾ ഏത് രീതിക്കുള്ള സിനിമയായിരിക്കും സെലക്ഷൻ കൂടുതൽ ഇഷ്ടപ്പെടുക? ഇപ്പൊ ഇത് ത്രില്ലർ സിനിമയാണ്, ഫാമിലി സബ്ജക്ട് ഉണ്ടാവും, അങ്ങനെ പല ടോണിലുള്ള സിനിമയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏത് സബ്ജക്റ്റിലേക്കായിരിക്കും? അങ്ങനെയല്ല ചേട്ടാ, ഇപ്പൊ എനിക്ക് ഒരു കഥ കേൾക്കുകയാണെങ്കിൽ അതെന്നെ എന്റർടൈൻ ചെയ്യിപ്പിക്കണുണ്ടോന്ന് ഞാൻ നോക്കാറുള്ളൂ. എനിക്ക് ഉറക്കം വരാതിരിക്കണം കഥ കേൾക്കുമ്പോ. എനിക്ക് ഉറങ്ങിയ കഥ കയ്യിൽ പോയെന്നുള്ളതാണ്. എനിക്ക് കൺവിൻസിങ് അല്ലാതെ ഒരു കഥ പറയുന്നവർ മനസ്സിലായിക്കണം, കറക്റ്റ് ആണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ടയേർഡ് ആയിരിക്കുന്ന സമയത്തൊന്നും ബേസിക്കലി കഥ കേൾക്കാൻ, ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന സമയത്തൊന്നും ഞാൻ കഥ കേൾക്കാറില്ല. ഞാൻ എന്തായാലും ഉറങ്ങിപ്പോകും, എത്ര നല്ല കഥയാണെങ്കിലും ഉറങ്ങിപ്പോകും. കാരണം എന്റെ പാറ്റേൺ അങ്ങനെ സ്ലീപ്പിംഗ് സമയമാണ്. അല്ലാത്ത സമയം നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് കഥ കേൾക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ആ കഥ ചെയ്യിങ്ങനെ ഇങ്ങനെയൊക്കെ ഉറങ്ങിയ സമയങ്ങളുണ്ട്. പിന്നെ കഥ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ പറയാം, എനിക്ക് കൺവിൻസിങ് അല്ലാതെ ഇവരിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമല്ലോ കഥ ഉറങ്ങുന്ന സമയം. ഞാൻ ആരെയും മോശമായിട്ട് പറയണമെന്നല്ല, എനിക്ക് കൺവിൻസിങ് അല്ലാത്ത ഞാൻ പറയണത്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഉറക്കമൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ സാഹചര്യം അപ്പൊ അത് മനസ്സിലായിക്കോണം അവർ വേണമെങ്കിൽ. നമുക്ക് മനസ്സിലാവില്ല, ഇങ്ങനെ നമ്മള് തുറന്ന് കണ്ണു വെച്ചിട്ടുണ്ടാവും, പക്ഷെ വേറെ എന്തായിരിക്കും. പണ്ട് നമ്മൾ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ആളുകള് കാരണന്മാര് പറയുമല്ലോ, ഒരു തീപ്പെട്ടിയുടെ കമ്പ് വെച്ച് ഓടിക്കണം എന്ന് പറഞ്ഞാല് കേൾക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഇപ്പൊ ഞാൻ കുറെ പേരെ കണ്ടിട്ടുണ്ട്, അത്രയും നല്ല ടെക്നിക്കൽ ക്രൂ മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ പുതിയ ആളുകളുടെ കേൾക്കാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ കഥ കേൾക്കും, നല്ലതാ കഥ കേൾക്കുന്നത്. നമുക്കൊരു ചെയ്യണമെന്നുള്ള കഥാപാത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും കുറെ കഥാപാത്രം, നമ്മൾ സിനിമകളെല്ലാം കാണുന്ന ആളാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. മിക്ക സിനിമയും കാണാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ചെയ്യണമെന്നൊരു കഥാപാത്രമുണ്ട്, നമ്മൾ കണ്ടുപോയേക്കണ കഥാപാത്രങ്ങൾ വെച്ച് എനിക്ക് ആ ഒരു കഥാപാത്രം കിട്ടിയാൽ എനിക്കൊന്ന് കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ച കഥാപാത്രങ്ങളും. എനിക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ ബയോഗ്രഫി പോലെ ഒരു സിനിമ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചില സിനിമകളുണ്ട് സമയം എടുത്ത് അതിനുവേണ്ടി വർക്ക് ചെയ്ത്, ഈ ഒരു വർഷമൊക്കെ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ 6 മാസമൊക്കെ അതിന്റെ പുറകെ ടീമായിട്ടിരുന്ന് വർക്ക് ചെയ്ത് അങ്ങനെ ഫുള്ളി പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യുന്ന സിനിമകൾ ഉണ്ടാവില്ലേ, ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ചിട്ടുള്ള. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ചെയ്യണമെന്ന് എനിക്ക് അങ്ങനത്തെ സിനിമകളോട് വലിയ പ്രിയമാണ് അല്ലെ, ഇഷ്ടമാണ്. ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. സിനിമകൾ മാറി മാറി വരുന്ന ഓരോ കഥാപാത്രങ്ങൾ മാറി വരുന്നു. അതില് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇനിയുള്ള സിനിമാ സെലക്ഷനിൽ എങ്ങനെയായിരിക്കുമെന്ന് മുൻകൂട്ടി ധാരണയുണ്ട്? പെർഫോമൻസ് നോക്കുന്നുണ്ട് ഞാനിപ്പോ നല്ലോണം. പെർഫോമൻസിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ കൊമേഴ്ഷ്യൽ സിനിമ, ഞാൻ പറയട്ടെ, ഞാൻ ഈ കുറച്ച് ഓഫ് ബീറ്റ് അല്ലെങ്കിൽ ഭയങ്കര റിയലിസ്റ്റിക് സിനിമ, എനിക്ക് എല്ലാ തരത്തിലുള്ള സിനിമയും ചെയ്യണമെന്ന് ആഗ്രഹമാണ്. എനിക്കൊന്ന് ആക്ടർ എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലും നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടാവും, പക്ഷെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. എല്ലാ തരത്തിലുള്ള സിനിമകളും ചെയ്യണമെന്നുണ്ട്. അപ്പം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ബിസിനസ് എങ്ങനെ പോകുന്നു? ബിസിനസ് നന്നായിട്ട് പോകും. ബിസിനസ്സിൽ സന്തോഷവതിയാണ്? നല്ല ടെൻഷൻ. രാവിലെ എഴുന്നേൽക്കുവോ? ഇല്ല, അത് പ്രോപ്പർ നമ്മള് മാനേജ്മെന്റ് അങ്ങനത്തെ രീതിയിൽ തന്നെയാ പോകുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ കഫേയിൽ മാനേജേഴ്സ് ഉണ്ടാവും, സ്റ്റാഫ് ഉണ്ടാവും, അച്ഛൻ വിൽ ബി ലുക്കിംഗ് ആഫ്റ്റർ ഇത്. ഞങ്ങൾക്ക് അവിടെ ഓഫീസ് സ്പേസ് ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും പോയിരിക്കല് അങ്ങനെയില്ല. 2 days കൂടുമ്പോ അതിൽ ഗോ ദേർ. അപ്പൊ അച്ഛൻ കണക്ക് പഠിപ്പിക്കാറുണ്ട്. കാരണം ഐ വോണ്ട് ടു ടേക്ക് ദിസ് അപ്പ്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം എനിക്കറിയില്ല സിനിമയിൽ തന്നെയാണോ എൻ്റെ ഫ്യൂച്ചർ. ഐ ലവ് ദിസ് ജോബ്, ഞാൻ ചെയ്യണതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഫ്യൂച്ചർ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഫൈനാൻഷ്യലി എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നതാണ്, ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്. ചെറിയ ജോലിയാണെങ്കിലും ഒരു ജോലി ഉള്ളത് ഭയങ്കര നല്ലതാണ്. നമുക്കൊരു വരുമാനം ഉള്ളത് ഭയങ്കര നല്ലതാണ്. ഉറപ്പാണ്. നമ്മൾ ആരുടെ മുമ്പിൽ നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ അതൊക്കെ കണക്കൊക്കെ പഠിപ്പിക്കും. ഇങ്ങനെയാണ് കണക്കൊക്കെ, ഇങ്ങനെയാണ് അക്കൗണ്ട്സിന്റെ ഇതൊക്കെ പഠിക്കും. സോഷ്യൽ മീഡിയയെ കുറിച്ച് നേരത്തെ, സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ലേ?
സത്യമാണ് ഫോട്ടോസ് ഇടും വേറെ ഈ ഫോട്ടോസ് ഇടുമ്പോൾ ഒത്തിരി കമന്റുകൾ വരും. ഇടയ്ക്ക് കമന്റ് ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ പ്രശ്നമല്ലോ, ലൈക്ക് ഓഫ് ചെയ്യാറുണ്ട്, കമന്റ് ഓഫ് ചെയ്യാറുണ്ട്. ഓഫ് ചെയ്യാറുണ്ടല്ലേ. അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് ആ റൂട്ടിൽ പോകും, നമ്മൾ നമ്മുടെ റൂട്ടിൽ. ബഹുജനം പല വിധമല്ലേ. കൃത്യമാണ്. ഒരു സിനിമ ഡയറക്ഷനിലേക്ക് കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ജീവിതത്തിലില്ലാന്നുണ്ടോ? പ്രൊഡ്യൂസിനെ കുറിച്ചോ? അതെനിക്കറിയില്ല. അപ്പൊ അതുണ്ടാവും. അതെനിക്കറിയില്ല. ഡിറക്ഷൻ, എനിക്ക് റൈറ്റിംഗ് ഇഷ്ടമാണ്, എഴുതുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഞാൻ ഇപ്പൊ എനിക്കൊന്നൊരു റൈറ്റർക്ക് ഏറ്റവും കൂടുതൽ ഐഡിയാസ് വരുന്നത് കുറെ ആളുകൾ മീറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് ഞാൻ ഈ സംസാരിക്കും, കുറേ സംസാരിക്കും. ഞാൻ ഈ മീഡിയയിൽ സംസാരിക്കണ പോലെയല്ല, പണ്ട് ഞാൻ ഒട്ടും സംസാരിക്കില്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചു തുടങ്ങി. അപ്പൊ സാധാരണ ആളുകളുടെ അടുത്തൊക്കെ, ഈ അമ്മൂമ്മമാരുടെ അടുത്തൊക്കെ ചെന്നിരുന്നാലല്ലേ കുറെ കഥകളൊക്കെ കിട്ടും. അവ അങ്ങനെയൊക്കെ എനിക്ക് എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എഴുതോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എഴുത്ത് എനിക്ക് ഇഷ്ടമാണ്. ഭാവിയിൽ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം. എഴുത്താകാം, പ്രൊഡ്യൂസിങ് ആകാം. എന്തായാലും ഡയറക്ഷനിലേക്ക് ഉണ്ടാവില്ല എന്ന് ഇറക്കർ ഉറപ്പിച്ചാണ് പറയുന്നത്. ഡയറക്ഷനിലേക്ക് എനിക്ക് ഡിറക്ഷൻ എന്ന് പറഞ്ഞാലേ കുറച്ച് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ കുറച്ചധികം കഷ്ടപ്പാട്. ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് പോലെ അത് കൊണ്ടുപോകും. അതെ. അപ്പൊ എന്തായാലും സമയക്കുറവുണ്ട്. എനിക്ക് വിശദമായിട്ട് കുറെ സമയം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അറിയാലോ, ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ടൊന്നും ഇരിക്കണം. അതിന് കുറെ സംഭവങ്ങൾ നമുക്ക് രസകരമായിട്ട് പോകാൻ തോന്നും. നേരത്തെ പറഞ്ഞ ഭയമാണെന്ന് പറഞ്ഞു, ഭയപ്പാടുള്ള ഉണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഒരു ഭയം തോന്നാറുണ്ട്. അടുത്ത് എന്തായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ വല്ലതും ഉണ്ടായോ? ഇല്ല, ഭയമൊന്നുമല്ല. ഐ ബേസിക്കലി ഡോണ്ട് ഗോ ഫോർ കോൺട്രവേഴ്സീസ്. ഞാൻ അങ്ങനെ പോയില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് എനിക്കും തോന്നി. നമുക്ക് നന്നായിട്ട് സംസാരിക്കാം. അഭിമുഖമല്ല, നമുക്ക് സംസാരമാണ്. അപ്പൊ രജനി സിനിമ സൂപ്പർ ആകട്ടെ. ഈ സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ ആഘോഷിക്കാൻ നമുക്ക് മുകളിലിരിക്കുന്ന ആള് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആ പ്രാർത്ഥനയിൽ ഞാനും പങ്കാളിയാവുന്നു, നമ്മളും കൂടെ ഉണ്ടാകും. ഒത്തിരി സന്തോഷം.